ഹലോ എവരിവൺ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. സോ നമ്മൾ ഫോളോ ചെയ്യുന്നത് 50/2022 എന്ന് പറഞ്ഞിട്ടുള്ള കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ഇലക്ട്രീഷ്യൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അല്ലേ. അതിൻ്റെ 20ഓളം ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ബാക്കി ചോദ്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സോ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. നമ്മൾ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിന് പഠിക്കാൻ നിങ്ങൾക്ക് സഹായമാവുന്ന രീതിയിലുള്ള ഒരു വീഡിയോ സീരീസ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് പ്ലേലിസ്റ്റ് സെക്ഷനിൽ പോയി നോക്കാം. അവിടെ ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. വളരെ ഓർഡറായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ 10-15ഓളം വീഡിയോസ് മൊഡ്യൂൾ വൈസ് തന്നെ കൊടുത്തു. അതിനുശേഷം പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കഷൻ ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കുറേ പേര് യൂസ്ഫുൾ ആണെന്ന് കമൻറ്റ് ചെയ്തിട്ടുള്ള ഒരു സെക്ഷനാണ്. നിങ്ങൾക്കും ഉറപ്പായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. അതിൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ദെൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. വീഡിയോസിന് റെസ്പോൺസ് കൂടുന്ന മുറക്ക് കൂടുതൽ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, യെസ്. സോ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ചോദ്യം നോക്കിയാലോ. ഫസ്റ്റ് വൺ, മാഗ്നറ്റ്സ് ആർ മെയ്ഡ് ഓഫ് ലോ റീറ്റൻറ്റിവിറ്റി ബട്ട് ഹൈ പെർമിയബിലിറ്റി മെറ്റീരിയൽസ് ആർ കോൾഡ്. ഓക്കെ, അതായത് ലോ റീറ്റൻറ്റിവിറ്റിയും ഹൈ പെർമിയബിലിറ്റിയുമുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ട് മാഗ്നറ്റ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഏത് ടൈപ്പ് ഓഫ് മാഗ്നറ്റ് ആണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, സോ ലോ റീറ്റൻറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതിന് റീടെൻഷൻ കുറവാണ് അല്ലേ, റീറ്റൻറ്റിവിറ്റി കുറവാണ്. അതായത് അത് മാഗ്നറ്റ് ആയിക്കഴിഞ്ഞാൽ വേഗത്തിൽ തന്നെ അതിൻ്റെ മാഗ്നറ്റിസം നഷ്ടപ്പെടും. ഓക്കെ, സോ ഒരു മെറ്റീരിയലിന് റീറ്റൻറ്റിവിറ്റി കുറവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വളരെ ക്വിക്കായിട്ട് തന്നെ അത് ഡീമാഗ്നറ്റൈസ് ചെയ്യപ്പെടും. ഓക്കെ, അതായത് അതിന് ആ ഒരു മാഗ്നറ്റിസം കുറേ നേരത്തേക്ക് കൊണ്ടുപോകാനുള്ള കഴിവില്ല എന്ന് മനസ്സിലാക്കുക. അതിന് ഹൈ പെർമിയബിലിറ്റി കൂടുതലാണെങ്കിൽ അതിന് മാഗ്നറ്റ് ആവാനുള്ള ആ ഒരു കപ്പാസിറ്റി വളരെ കൂടുതലായിരിക്കും. അതായത് വളരെ സ്ട്രോങ് ആയ മാഗ്നറ്റ് ആയിട്ട് അത് മാറും. ഓക്കെ, യെസ്. സോ ലോ റീറ്റൻറ്റിവിറ്റിയും ഹൈ പെർമിയബിലിറ്റിയുമുള്ള മെറ്റീരിയൽ മാഗ്നറ്റ് ആക്കിയാൽ അത് ഏത് ടൈപ്പ് ഓഫ് മാഗ്നറ്റ് ആയിരിക്കും? നിങ്ങൾ കേട്ടിട്ടില്ല ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത് എന്താ? യെസ്, നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്ത് ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്തിട്ട് ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിനെ, മാഗ്നറ്റ് ആവാൻ സാധ്യതയുള്ള ഒരു മെറ്റീരിയലിനെ മാഗ്നറ്റ് ആക്കി കഴിഞ്ഞാൽ അതിന് പറയുന്നത് പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? യെസ്, നോർമൽ കേസിൽ അതൊരു നോർമൽ മെറ്റലായിട്ടായിരിക്കും ആക്ട് ചെയ്യുക. ദെൻ നമുക്കൊരു മാഗ്നറ്റിൻ്റെ പർപ്പസ് വേണ്ട സമയത്ത് നമ്മളതിലേക്ക് കറണ്ട് പാസ് ചെയ്യുകയും അവിടെ ചേഞ്ചിങ് കറണ്ട് കൊണ്ടൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുകയും മാഗ്നറ്റൈസ് ചെയ്യപ്പെടുകയും അതൊരു മാഗ്നറ്റായിട്ട് മാറുകയും ചെയ്യും. ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ പർപ്പസ് തന്നെ എന്താണ്? നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം അതിനെ മാഗ്നറ്റ് ആക്കിയാൽ മതി. അത് സ്ട്രോങ് മാഗ്നറ്റ് ആവുകയും വേണം. ഓക്കെ, സോ അതിന് ലോ റീറ്റൻറ്റിവിറ്റി ഉണ്ടായാൽ മതി. ലോ റീറ്റൻറ്റിവിറ്റി മതി ഇലക്ട്രോ മാഗ്നറ്റിന്. ഹൈ പെർമിയബിലിറ്റി ഉണ്ടായിരിക്കണം, കാരണം നമുക്ക് സ്ട്രോങ് മാഗ്നറ്റ് ആയിട്ട് മാറണം. സോ ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ പ്രോപ്പർട്ടി പഠിച്ചിരിക്കുക. ഇറ്റ് ഷുഡ് ബി ഓഫ് ലോ റീറ്റൻറ്റിവിറ്റി ആൻഡ് ഹൈ പെർമിയബിലിറ്റി. ഇനി ഹൈ റീറ്റൻറ്റിവിറ്റി ആണെങ്കിലോ, ഹൈ റീറ്റൻറ്റിവിറ്റി എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ അതിനെ മാഗ്നറ്റ് ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് കുറേ നാളുകളോളം അവിടെ നിൽക്കണം. ഓക്കെ, അതായത് റീടെൻഷൻ കൂടുതൽ ആയിരിക്കണം. അതായത് ഒരിക്കൽ മാഗ്നറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ മാഗ്നറ്റായിട്ട് കാലാകാലങ്ങളോളം നിൽക്കണം. സോ അത് പെർമനൻറ്റ് മാഗ്നറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ് കേട്ടോ, പെർമനൻറ്റ് മാഗ്നറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ലോ റീറ്റൻറ്റിവിറ്റിയും ഹൈ പെർമിയബിലിറ്റിയും ആണ്. സോ നമ്മുടെ ആൻസർ ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ് പോവാം. ദി ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ഹാസ് റിലേറ്റീവ് പെർമിയബിലിറ്റി. ഓക്കെ, ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ലെസ് ദാൻ 1, മോർ ദാൻ 1, മോർ ദാൻ 100, ഈക്വൽ ടു ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ. വളരെ ഈസിയാണ്. ഇത് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. ഇതിൻ്റെ വാല്യൂ തന്നിട്ട് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഈ ലെസ് ദാൻ 1, ഗ്രേറ്റർ ദാൻ 1 ആ രീതിയിൽ ചോദിക്കാറുണ്ട്. നമുക്കറിയാം ഡയ, പാര, ഫെറോ, ഈ 3 ക്ലാസിഫിക്കേഷനാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഡയ ആണെങ്കിൽ റിലേറ്റീവ് പെർമിയബിലിറ്റി ലെസ് ദാൻ 1 ആയിരിക്കും അല്ലേ? നമുക്കറിയാം ലെസ് ദാൻ 1 ആയിരിക്കും. അത് നിയർ ടു 1 ആയിരിക്കും. ഓക്കെ, നിയർ ടു 1 ആയിരിക്കും. 1ൽ താഴെയുള്ള ഒരു ചെറിയ വാല്യൂ, ഇപ്പോൾ 0.997, ഓക്കെ, 9997 ഈ രീതിയിലായിരിക്കും ഡയാമാഗ്നറ്റ് ഉണ്ടാവുക. ദെൻ പാരാമാഗ്നറ്റിനോ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും, ബട്ട് സ്മോൾ ആയിരിക്കും. ഓക്കെ, ഗ്രേറ്റർ ദാൻ 1 ബട്ട് സ്മോൾ അല്ലേ, സ്മോൾ. ഏകദേശം റേഞ്ച് ഇപ്പോൾ 1.003 ആ റേഞ്ചിലായിരിക്കും ഉണ്ടാവുക. ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണെങ്കിലോ very greater than 1. Okay, yes, large value
ലാർജ് വാല്യൂ. ഓക്കെ, തൗസൻഡ്സ് ആയിരിക്കും ഉണ്ടാവുക, ചിലപ്പോൾ 10,000s ആയിരിക്കും. ആ രീതിയിലായിരിക്കും ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ റിലേറ്റീവ് പെർമബിലിറ്റി ഉണ്ടാവുക. സോ ഇവിടെ ഡയ അല്ലേ ചോദിച്ചേ, ഡയ എന്ന് പറയുമ്പം <1 ആണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. സോ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഒരു മാർക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി പറ്റുന്ന ഒരു സെക്ഷനാണ്. നെക്സ്റ്റ് വൺ, ഈ ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, കുറേ പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്തിട്ടല്ലേ നമ്മൾ ഏകദേശം ഒരു 3-4 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തു അല്ലേ, അതിലൊക്കെ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാവും. സോ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരിക്കലും മാർക്ക് നഷ്ടപ്പെടുത്തരുത് കേട്ടോ. ദെൻ യൂണിറ്റ് ഓഫ് മാഗ്നെറ്റോമോട്ടീവ് ഫോഴ്സ്. ഓക്കെ, MMFൻ്റെ യൂണിറ്റാണ് ചോദിച്ചത്. ഓക്കെ, MMF ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇലക്ട്രിക് സർക്യൂട്ടും മാഗ്നറ്റിക് സർക്യൂട്ടും തമ്മിലുള്ള കമ്പാരിസൺ ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം അല്ലേ. നമ്മൾ ഇലക്ട്രിക് സർക്യൂട്ടിൽ വോൾട്ടേജ് എങ്ങനെയാണോ അതുപോലെയായിരിക്കും മാഗ്നറ്റിക് സർക്യൂട്ടിൽ MMF. ഇലക്ട്രിക് സർക്യൂട്ടിൽ കറണ്ട് എങ്ങനെയാണോ മാഗ്നറ്റിക് സർക്യൂട്ടിൽ അതേപോലെയാണ് ഫ്ലക്സ്. അവിടെ കറണ്ട് ഫ്ലോ ഉണ്ട്, നമ്മളിവിടെ ഫ്ലക്സിൻ്റെ ഒരു ഫ്ലോ ഉണ്ട് എന്ന് പറയില്ല, ഫ്ലക്സ് അവിടെ ഫോം ചെയ്യുന്നു അല്ലേ. യെസ്, റെസിസ്റ്റൻസിന് പകരം റിലക്റ്റൻസ് അല്ലേ, റിലക്റ്റൻസ് ഉണ്ട്, റെസിസ്റ്റൻസിന് പകരം അത്തരം കാര്യങ്ങളൊക്കെ നിർബന്ധമാണ്. ഓരോ പാരാമീറ്ററും അവിടെ നിർബന്ധമാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചെന്താ, എന്താണ് MMF, യൂണിറ്റ് ഓഫ് MMF എന്താണെന്ന് ചോദിച്ചത്. സോ ഞാൻ ആദ്യേ പറഞ്ഞിട്ടുണ്ട്, MMF എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ടത് ആംപിയർ ടേൺസ് ആണ് അല്ലേ, ആംപിയർ ടേൺസ് ആണ് MMF. ആംപിയർ കറണ്ട് അല്ലേ, കറണ്ട് അല്ലേ, ടേൺസോ N. സോ NI ആണ് നമ്മുടെ MMF എന്ന് പറയുന്നത്. ഓക്കെ, NI ആണ് MMF എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, യെസ്. ദെൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വേറെ ഇക്വേഷൻസ്, H = NI/L. H എന്താ, മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ആണ് കേട്ടോ. മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് അത് NI/L, MMF/L എന്ന് പറയാറുണ്ട്. അതേപോലെ ഫ്ലക്സ് ആണെങ്കിൽ MMF/റിലക്റ്റൻസ്, അത്തരം ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ഈ ഒരു ഭാഗത്തുനിന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. ദെൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, അതിൻ്റെ യൂണിറ്റ് എന്താ, അതിൻ്റെ യൂണിറ്റാണ് ടെസ്ല കേട്ടോ, അതിൻ്റെ യൂണിറ്റാണ് ടെസ്ല. സോ അതല്ല. ദെൻ പൊട്ടൻഷ്യലിൻ്റെ യൂണിറ്റാണ് വോൾട്ട്, അതിവിടെ ഇല്ല ഇലക്ട്രിക് സർക്യൂട്ടുള്ളത്. ദെൻ ആംപിയർ എന്താ, കറണ്ട് ആണ്. ദെൻ ഈ സാധനം എന്താ, ആംപിയർ ടേൺസ് പെർ മീറ്റർ അല്ലേ, ആംപിയർ ടേൺസ് പെർ മീറ്റർ. എന്താ സാധനം, H = NI/L. N എന്താ, നമ്പർ ഓഫ് ടേൺസ്, IO ആംപിയർ. സോ ആംപിയർ ടേൺസ് പെർ ലെങ്ത് ഇൻ മീറ്റർ അല്ലേ, ആംപിയർ ടേൺ പെർ മീറ്റർ. സോ അതെന്താ, അത് H ആണ്. സോ താഴെ പറയുന്നവയിൽ ഒന്നും മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സിൻ്റെ യൂണിറ്റ് അല്ല. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആയിരുന്നു കേട്ടോ, ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആയിരുന്നു. എന്തായിരുന്നു ഇതിൻ്റെ ആൻസർ വരേണ്ടത്, ആൻസർ വരേണ്ടത് ആംപിയർ ടേൺസ് ആയിരുന്നു വരേണ്ടത്, പക്ഷേ ഇവിടെ ഓപ്ഷനിൽ കൊടുത്തിട്ടില്ല. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആയിരുന്നു കേട്ടോ. യെസ്, മനസ്സിലാക്കുക. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഓട്ടോ ട്രാൻസ്ഫോമർ. ഓക്കെ, ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്നാണ് ചോദിച്ചത്. കണ്ടക്ഷൻ, ഇൻഡക്ഷൻ, ബോത്ത് ഇൻഡക്ഷൻ ആൻഡ് കണ്ടക്ഷൻ, അഡ്മിറ്റൻസ്. നമ്മൾ സാധാരണ പറയുക ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ സെൽഫ് ഇൻഡക്ഷൻ എന്നാണ് അല്ലേ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും അങ്ങനെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഓട്ടോ ട്രാൻസ്ഫോമർ, ദി ഓട്ടോ ട്രാൻസ്ഫോമർ ഈസ് എ ട്രാൻസ്ഫോമർ ഹാവിങ് സിംഗിൾ വൈൻഡിങ് അല്ലേ. പ്രൈമറി സെക്കൻഡറി എന്താണ്, സിംഗിൾ വൈൻഡിങ് തന്നെയാണ് ഉണ്ടാവുക. ഈ രീതിയിലായിരിക്കും ഓട്ടോ ട്രാൻസ്ഫർ ഉണ്ടാവുക. ദെൻ അതിൽ നിന്ന് ടാപ്പിങ്സ് ഉണ്ടാവും അല്ലേ, ഈ രീതിയിൽ ടാപ്പിങ്സ് ഉണ്ടാവും. സോ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഈ ടാപ്പിങ്സിൻ്റെ പൊസിഷൻ അനുസരിച്ചിട്ട് നമുക്ക് പ്രൈമറി ആയിട്ടോ സെക്കൻഡറി ആയിട്ടോ ഒക്കെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ദെൻ സ്റ്റെപ്പ് അപ്പ് ആയിട്ടോ സ്റ്റെപ്പ് ഡൗൺ ആയിട്ടോ ഒക്കെ ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. വിച്ച് ആക്ട് ആസ് പ്രൈമറി ആസ് വെൽ ആസ് സെക്കൻഡറി. ദി ഓട്ടോ ട്രാൻസ്ഫോമർ വർക്ക്സ് ഓൺ ദി പ്രിൻസിപ്പിൾ, എന്താ ഈ പോയിന്റ് ആണ്, പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പം സാധാരണ പറയാറ് ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പം സെൽഫ് ഇൻഡക്റ്റൻസ്, സെൽഫ് ഇൻഡക്ഷൻ എന്നാണ് പറയാറ്. ദെൻ പക്ഷേ സപ്പോസ് നിങ്ങൾക്ക് ഇൻഡക്ഷൻ ആൻഡ് കണ്ടക്ഷൻ അങ്ങനെ ഒരു ഓപ്ഷൻ വന്നാൽ കേട്ടോ, ബോത്ത് ഇൻഡക്ഷൻ ആൻഡ് കണ്ടക്ഷൻ എന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആൻസർ അതാണ് കേട്ടോ. നിങ്ങളുടെ ഇലക്ട്രീഷ്യൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ തന്നെയാണ് ആൻസർ കീയിലും കൊടുത്തിട്ടുള്ളത്. ആൻസർ പിന്നെ ഡിലീറ്റ് ചെയ്തിട്ടൊന്നുമില്ല, ഫൈനൽ ആൻസർ കീയിൽ C എന്ന് തന്നെയാണ്. കാരണം ഇവിടെ പവർ ട്രാൻസ്ഫർ ഇൻഡക്ഷൻ ത്രൂ ഉണ്ട്, കണ്ടക്ഷൻ ത്രൂ ഉണ്ട് അല്ലേ. യെസ്, അപ്പോൾ അതിൻ്റെയൊക്കെ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. സോ ഇൻഡക്ഷൻ ആൻഡ് കണ്ടക്ഷൻ ടുഗദർ ആയിട്ടുള്ള ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ അതാണ് ചൂസ് ചെയ്യാൻ നല്ലത്. അല്ലെങ്കിൽ സപ്പോസ് സെൽഫ് ഇൻഡക്ഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, ഇതേപോലെ ഇൻഡക്ഷൻ ആൻഡ് കണ്ടക്ഷൻ ഇല്ല എന്ന അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് സെൽഫ് ഇൻഡക്ഷൻ തന്നെയാണ് കേട്ടോ. then ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കുറിച്ച് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ആൻസർ എന്താണെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. സോ ഇതിൻ്റെ ആൻസർ കീയിൽ കൊടുത്തിട്ടുള്ളത് ബോത്ത് ഇൻഡക്ഷൻ ആൻഡ് കണ്ടക്ഷൻ എന്ന് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ അത് ചൂസ് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? യെസ്.
നെക്സ്റ്റ് മാഗ്നറ്റിക് ഫീൽഡ് എക്സിസ്റ്റ് അറൗണ്ട്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ഏത് കേസിലാണ് എക്സിസ്റ്റ് ചെയ്യാൻ സാധ്യത എന്ന് ചോദിക്കുന്നത്. അയേൺ, കോപ്പർ, അലൂമിനിയം, മൂവിങ് ചാർജസ്. ഇതൊക്കെ എന്താ? ഇതൊക്കെ മെറ്റൽസ് ആണല്ലേ. മെറ്റൽസിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുമോ? മെറ്റൽസിന് ശേഷം ചുറ്റും അല്ലേ, ഒരു മെറ്റൽ ചുമ്മാ വെച്ചത് കൊണ്ട് അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവില്ല. ഒന്നുകിൽ എന്ത് ചെയ്യണം, അവിടെ ഒരു ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവണം അല്ലെ. ഇലക്ട്രിക് ഫീൽഡിന്റെ ചേഞ്ച് കൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവാം, അവിടെ ഒരു മാഗ്നറ്റിസം ഉണ്ടാവാം. അല്ലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ചേഞ്ച് കൊണ്ട് അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവാം. നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഒക്കെ പറയുന്നില്ലേ. സോ മൂവിങ് ചാർജസിന്റെ കേസിൽ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യപ്പെടും. സോ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. വെറും മെറ്റൽസ് ഉണ്ടായത് കൊണ്ട് മാത്രം അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുകയില്ല എന്ന കാര്യം മനസ്സിലാക്കുക കേട്ടോ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ്. ഓക്കെ, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുക എന്നാണ് ചോദിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഈ ക്വസ്റ്റ്യൻ മുഴുവൻ വായിച്ച് നോക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് കൺസെപ്റ്റ് അറിയാമെങ്കിൽ എന്ത് ചെയ്യാം. യെസ്, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത് എനിക്കറിയാം. നമ്മൾ സാധാരണ ലെഫ്റ്റ് ഹാൻഡ് റൂളും റൈറ്റ് ഹാൻഡ് റൂളും നമ്മൾ പറയുന്നുണ്ട്. ലെഫ്റ്റ് ഹാൻഡ് റൂൾ നമ്മൾ സാധാരണയായിട്ട് അപ്ലൈ ചെയ്യുക മോട്ടോറിനാണ്. റൈറ്റ് ഹാൻഡ് റൂൾ നമ്മൾ സാധാരണ അപ്ലൈ ചെയ്യുക ജനറേറ്ററിനാണ്. അത് സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ മോട്ടോറിൻ്റെ കേസിൽ എന്താ ഔട്ട്പുട്ട്? മോട്ടോറിൻ്റെ കേസിൽ ഫോഴ്സ് അല്ലെങ്കിൽ മോഷൻ ആണ് ഔട്ട്പുട്ട്. ദെൻ ജനറേറ്ററിൻ്റെ കേസിൽ EMF അല്ലെങ്കിൽ കറണ്ട് ആണ് ഔട്ട്പുട്ട്. സോ മോട്ടോർ ചോദിച്ചത് കൊണ്ട് തന്നെ അല്ലേ, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ചോദിച്ചുകൊണ്ട് തന്നെ എന്തെങ്കിലും അല്ലെ ഫോഴ്സ് അല്ലെങ്കിൽ മോഷൻ അത് ഔട്ട്പുട്ടാണ് വരുന്നത്. അത് മാത്രം ഞാൻ നോക്കിയാൽ മതി, വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പൊളാരിറ്റി ഓഫ് മാഗ്നറ്റിക് പോൾ നോക്കേണ്ട ആവശ്യമില്ല. ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഓക്കെ അതൊക്കെയാണ്. ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അല്ല. ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF അല്ല. സോ ഓപ്ഷൻ ഡി വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പിക്ക് ചെയ്യാം അല്ലേ. അതാണ് ഞാൻ പറഞ്ഞത്. കൺസെപ്റ്റ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ക്വസ്റ്റ്യൻ മുഴുവൻ വായിച്ച് നോക്കേണ്ട ആവശ്യമില്ല. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം എന്താ പ്രശ്നം? അവർ ഈ ചോദ്യം മുഴുവൻ വായിച്ചു നോക്കും, എല്ലാ ഓപ്ഷനും വായിച്ചു നോക്കും, എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഇതിൽ ഏതായിരിക്കും കറക്റ്റ് എന്ന് ചിന്തിക്കും. പക്ഷെ നമുക്കതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലായത് മോട്ടോറാണ്. മോട്ടോറിൻ്റെ കേസിലെ ഔട്ട്പുട്ട് എന്താ? അത് ഫോഴ്സ് അല്ലെങ്കിൽ മോഷനാണ്. സോ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഓൺ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മളൊരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ വെച്ച് കഴിഞ്ഞാൽ അല്ലെ, ഒരു വാരിയിങ് മാഗ്നറ്റിക് ഫീൽഡിൽ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ വെക്കുകയോ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുന്ന കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ വെക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യപ്പെടും. ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ട് കണ്ടുപിടിക്കാം. അതാണ് നമ്മൾ മോട്ടോറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. യെസ്, മനസ്സിലാക്കുക. അപ്പോൾ ഓപ്ഷൻ ബി ആണ്. വേറെ കൂടുതലായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നേരെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സസെപ്റ്റിബിലിറ്റി ഈസ് പോസിറ്റീവ് ഫോർ. ഓക്കെ, താഴെ പറയുന്ന ഏതൊക്കെ മെറ്റീരിയൽസിലാണ് സസെപ്റ്റിബിലിറ്റി പോസിറ്റീവ് ആയിട്ടുള്ളത്? ഫെറോമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, നൺ ഓഫ് ദീസ്. നിങ്ങൾ പറഞ്ഞേ സസെപ്റ്റിബിലിറ്റി ഏതിനൊക്കെയാണ് പോസിറ്റീവ്? ഫെറോമാഗ്നറ്റിക്കിന് പോസിറ്റീവാണ്, നമുക്കറിയാം അല്ലേ. ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിന് സസെപ്റ്റിബിലിറ്റി പോസിറ്റീവാണ്. ദെൻ ഡയാമാഗ്നറ്റിക്കിനോ നെഗറ്റീവാണ് അല്ലേ. നെഗറ്റീവ് ആൻഡ് സ്മോൾ. ഇത് പോസിറ്റീവ് ആൻഡ് ലാർജ്. ഇനി വേറൊരു പ്രശ്നം എന്താ പറയുക? പാരാമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ കേസിലും എന്താ സസെപ്റ്റിബിലിറ്റി പോസിറ്റീവാണ്, ബട്ട് സ്മോൾ ആണെന്നേ ഉള്ളൂ അല്ലേ. അതായത് നിയർ ടു സീറോ ആയിരിക്കും, പക്ഷേ അത് പോസിറ്റീവ് തന്നെയാണ്. ചോദിച്ച എന്താ? സസെപ്റ്റിബിലിറ്റി ഈസ് പോസിറ്റീവ് ഫോർ. സോ ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും വന്നില്ലേ. നിങ്ങൾ നോക്കിയേ, എത്ര നല്ലൊരു ചോദ്യമാണ് അല്ലേ. എത്ര നല്ല ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. നിങ്ങൾക്ക് ഒരു മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു ചോദ്യമാണ്. പക്ഷെ അത് ഡിലീറ്റ് ചെയ്യപ്പെട്ടു അല്ലേ. ക്വസ്റ്റ്യനിലെ പ്രശ്നം കൊണ്ട് ഈ ഒരു ചോദ്യം ഡിലീറ്റ് ചെയ്യപ്പെട്ടു. സോ മനസ്സിലാക്കുക, സസെപ്റ്റിബിലിറ്റി ഏതിനൊക്കെയാണ് പോസിറ്റീവ്? ഫെറോമാഗ്നറ്റിക്കിന് പോസിറ്റീവാണ്, പാരക്കും പോസിറ്റീവാണ്, ദെൻ ഡയാമാഗ്നറ്റിക്കിന് നെഗറ്റീവ് ആണെന്ന് മനസ്സിലാക്കുക. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ മാഗ്നറ്റിസത്തിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇതുവരെ അറിയാത്തവരാണെങ്കിൽ വീഡിയോസ് കണ്ടു നോക്കുക, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് പോയാലോ. ദി യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ് ഈസ്. ഓക്കെ, കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ്? നമുക്കറിയുന്ന യൂണിറ്റ് എന്താ? അത് ഫാരഡ് ആണ് അല്ലേ. ഫാരഡ് ആണ് കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ്. സപ്പോസ് ഇൻഡക്റ്റൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് ഹെൻറി ആണെന്ന് പറയും അല്ലേ. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റുകളാണ് നിങ്ങൾ പഠിക്കേണ്ടതാണ്. പക്ഷെ അതിവിടെ കാണുന്നില്ലല്ലോ. ഏതൊക്കെയുള്ളത്? വോൾട്ട് പെർ കുളമ്പ് ഉണ്ട്, കുളമ്പ് പെർ വോൾട്ട് ഉണ്ട്, ഓം മീറ്റർ ഉണ്ട്, നൺ ഓഫ് ദീസ് ഉണ്ട്. അപ്പോൾ ഈ ഓപ്ഷൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ഇത് ചോദിച്ചിരിക്കുന്നത് അവർ
Q ഈസ് ഈക്വൽ ടു സി വി അത് വെച്ചിട്ടാണ് ചോദിച്ചല്ലേ. കാരണം എന്താ ഇവിടെ കുളമ്പും വോൾട്ടും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കുക, Q ഈസ് ഈക്വൽ ടു സി വി. ഓക്കെ, ഈ ഒരൊറ്റ ഇക്വേഷൻ പഠിച്ചാൽ മതി കേട്ടോ. ഇത് തിരിച്ചും മറിച്ചൊക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. ദെൻ ഹാഫ് സി വി സ്ക്വയർ എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ അല്ലേ, ഹാഫ് സി വി സ്ക്വയർ ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ കപ്പാസിറ്റൻസ് ചോദിച്ചുകൊണ്ട് സീനെ ഒരു സ്ഥലത്ത് കൊണ്ടുവരിക. അപ്പോൾ സി സി ഈക്വൽ ടു ക്യൂ ബൈ വി. ക്യൂ ചാർജ് അല്ലേ, ചാർജിൻ്റെ യൂണിറ്റ് എന്താ, ചാർജിൻ്റെ യൂണിറ്റ് കുളമ്പ് അല്ലേ. വോൾട്ടേജ് ഏതിലാണ് പറയാം, വോൾട്ട്. സോ കുളം പെർ വോൾട്ട് ഉണ്ടോ, യെസ്, കുളം പെർ വോൾട്ട് ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഈസി അല്ലേ, യെസ്. അപ്പോൾ ബാക്കിയുള്ള ഓപ്ഷൻസ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. കാരണം എ ആൻഡ് ബി, എ ആൻഡ് സി അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒന്നും ഇല്ല അല്ലേ, അല്ലെങ്കിൽ ഓൾ ദി എബോവ് ഒന്നുമില്ല. അതുകൊണ്ട് വെറുതെ നോക്കിയ സമയം കളയേണ്ട ആവശ്യമില്ല. നേരെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ ഈസ് ഡ്യൂ ടു. ഓക്കെ, ഒരു സെല്ലിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്തുകൊണ്ടാണ് ഉണ്ടാവുക മനസ്സിലാക്കുക. ഏതൊരു സെല്ലായാലും അതിനൊരു ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടാവില്ല. ഒരു 12 വോൾട്ട് സെല്ലുണ്ടെന്ന് വിചാരിച്ചോ. ആക്ച്വലി അതെന്താ, അതൊരു ബാറ്ററി ഇൻ സീരീസ് വിത്ത് എ സ്മോൾ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ്. ആ ഒരു റെസിസ്റ്റൻസ് പറയുന്നത് ആ സെല്ലിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ആയിരിക്കും. അതെപ്പോഴും എന്തൊക്കെ കൊണ്ടായിരിക്കും, അതിൻ്റെ കോൺസ്റ്റുവൻസ് കൊണ്ടായിരിക്കും. അതിൽ എന്തൊക്കെ സാധനങ്ങൾ അടങ്ങിയിട്ടുണ്ടോ അത് കൊണ്ടായിരിക്കും അതിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടാവുക. സപ്പോസ് അതിലെ കോൺസ്റ്റുവൻസ് എന്ന് പറയുന്നത് ഇലക്ട്രോഡ് അതേപോലെ ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ ആ ഇലക്ട്രോഡും ഇലക്ട്രോലൈറ്റും മൂലമാണ് അതിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടാവുക. നമ്മൾ അതിലേക്ക് ലോഡ് കണക്ട് ചെയ്യുന്ന സമയത്ത് ലോഡ് കൂടും തോറും എന്ത് സംഭവിക്കും, അതിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസും കൂടും. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എക്സ്റ്റേണലി കിട്ടുന്ന വോൾട്ടേജ് അല്ലേ, ആ ഒരു EMF കുറയാൻ സാധ്യതയുണ്ട്. സപ്പോസ് ഒരു 14 വോൾട്ടാണ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ കിട്ടിയെന്ന് വിചാരിച്ചു, 14 വോൾട്ട് കിട്ടിയെന്ന് വിചാരിച്ചു. അത് ഡിസ്ചാർജ് ചെയ്യപ്പെടും തോറും ഈ ഇന്റേണൽ റെസിസ്റ്റൻസ് കൂടുന്ന അവസ്ഥയിൽ വോൾട്ടേജ് കുറഞ്ഞ് വരുന്ന ഒരു കേസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇറ്റ് ഈസ് ദി റെസിസ്റ്റൻസ് ഇൻ ദി ഫ്ലോ ഓഫ് കറണ്ട് വെൻ ദി സർക്യൂട്ട് ഗെറ്റ്സ് ബിക്കോസ് ഓഫ് ഇലക്ട്രോലൈറ്റ് ആൻഡ് ഇലക്ട്രോഡ് പ്രസൻറ്റ് ഇൻ ദി ബാറ്ററി ഓർ സെൽ. സോ ഇലക്ട്രോഡും ഇലക്ട്രോലൈറ്റും കാരണമാണ് ഇതിന് ഈ ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നത് മനസ്സിലാക്കുക. ഇറ്റ് ഈസ് പ്രസൻറ്റ് വിത്തിൻ ദി സെൽ ഓർ ബാറ്ററി മെഷേർഡ് ഇൻ ഓം. നമ്മൾ സാധാരണ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന അതേ യൂണിറ്റിൽ തന്നെയാണ് മെഷർ ചെയ്യുക. ഫ്രഷ് ന്യൂ സെൽ ഹാസ് ലോ ഇന്റേണൽ റെസിസ്റ്റൻസ് ബട്ട് ഇൻക്രീസസ് വിത്ത് കണ്ടിന്യൂസ് യൂസ്. പൊട്ടൻഷ്യൽ ഡ്രോപ്സ് അക്രോസ് ദി ടെർമിനൽ ആസ് കറണ്ട് ഫ്ലോസ്. അല്ലെ, കറണ്ട് നമ്മൾ ലോഡ് കണക്ട് ചെയ്യും തോറും എന്ത് സംഭവിക്കും, അതിന് അക്രോസ് ഒരു ചെറിയൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുകയും ചെയ്യും. സോ മനസ്സിലാക്കുക, ഈ ഇലക്ട്രോഡും ഇലക്ട്രോലൈറ്റും കാരണമാണ് ഈ ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത്. സോ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ ഈസ് ഡ്യൂ ടു ഇലക്ട്രോഡ് റെസിസ്റ്റൻസ്. കറക്റ്റ് ആണ്. റെസിസ്റ്റൻസ് ഓഫ് ഇലക്ട്രോലൈറ്റ് അതും കറക്റ്റാണ്. സോ രണ്ടെണ്ണം കറക്റ്റ് ആയ സ്ഥിതിക്ക് മൂന്നാമത്തതും കറക്റ്റ് ആവണ്ടേ, എന്നാലും മാത്രമല്ല ഓൾ ഓഫ് ദി എബോവ് കൊടുക്കാൻ വേണ്ടി പറ്റും. മൂന്നാമത്തെ വായിച്ച് നോക്കിയാലോ, സർഫേസ് കോണ്ടാക്ട് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ഇലക്ട്രോഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ്. ഓക്കെ, അതായത് ആ ഇലക്ട്രോഡും ഇലക്ട്രോലൈറ്റും അതിൻ്റെ ഇടയിലുള്ള സർഫേസ് കോണ്ടാക്ട് റെസിസ്റ്റൻസ്. ഓക്കെ, സോ ഓൾ ഓഫ് ദി എബോവ് ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ഡി. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് പോവാം. വെൻ 2 റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് ദേ ഹാവ്. റെസിസ്റ്ററിൻ്റെ സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. സീരീസ് എന്ന് പറയുമ്പം എന്തായിരിക്കും, അതിൽ കൂടി സെയിം കറണ്ടാണ് ഫ്ലോ ചെയ്യുക അല്ലേ. സീരീസ് കണക്ഷൻ ആണെങ്കിൽ സെയിം കറണ്ട് ഫ്ലോ ചെയ്യും. നമ്മളിവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് കൊടുത്തു എന്ന് വിചാരിച്ചു, ഒരു 10 വോൾട്ട്, ഒരു 5 ഓം ആണെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയായി, 10 ഓമായി. ദെൻ കറണ്ട് എത്രയായിരിക്കും, 10/10 1 ആംപിയർ ഫ്ലോ ചെയ്യും. 2 റെസിസ്റ്ററിൽ കൂടിയും സെയിം കറണ്ട് ഫ്ലോ ചെയ്യും അല്ലേ. ഇനിയിപ്പോൾ ഇത് ഡിഫറെൻറ്റ് വാല്യൂ ഓഫ് റെസിസ്റ്റൻസിലാണെങ്കിലോ, ഇത് 6ഉം ഇത് 4ഉം ആണെങ്കിലോ, എന്നാലും എന്താ കറണ്ട് 1 ആംപിയർ തന്നെയാണ്. 2 റെസിസ്റ്റൻസിൽ കൂടിയും സെയിം കറണ്ടാണ് ഫ്ലോ ചെയ്യുക. എന്താണ് ഡിഫറൻസ് വരിക, വോൾട്ടേജ് ഡ്രോപ്പ് ഡിഫറൻ്റ് ആയിരിക്കും അല്ലേ. യെസ്, അതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂസിനനുസരിച്ചായിരിക്കും അതിൻ്റെ വോൾട്ടേജ് ഡ്രോപ്പ്. ഇനി പാരലൽ കണക്ഷൻ ആണെങ്കിലോ, പാരലൽ കണക്ഷൻ ഞാനിവിടെ ഒരു പാരലൽ കണക്ഷൻ എടുക്കാമെന്ന് വിചാരിച്ചോ, ഒരു 10 വോൾട്ട് കൊടുത്തു. ഓക്കെ, ഇവിടെയുള്ളത് 1 ഓം, ഇവിടെയുള്ളൊരു 2 ഓം ആണെങ്കിൽ എന്താ സംഭവിക്കുക, ഈ 2 റെസിസ്റ്റൻസിന് അക്രോസും സെയിം വോൾട്ടേജ് ഡ്രോപ്പ് ആയിരിക്കും. ഈ 10 വോൾട്ട് എന്നുള്ള വോൾട്ടേജ് ഡ്രോപ്പ് തന്നെയായിരിക്കും ഈ 2 റെസിസ്റ്റൻസിന് അക്രോസും ഉണ്ടാവുക. പാരലൽ കണക്ഷനിൽ മനസ്സിലാക്കുക, പാരലൽ കണക്ഷനിൽ സെയിം വോൾട്ടേജ് ആയിരിക്കും ഓരോ എക്യുപ്മെൻറ്റ്സിനും കിട്ടുക. നമ്മുടെ വീടുകളിലൊക്കെ വയറിങ് ചെയ്യുന്നത് എന്താ, പാരലൽ കണക്ഷനാണ് അല്ലേ. യെസ്, അതുകൊണ്ട് തന്നെ എല്ലാ എക്യുപ്മെൻറ്റ്സിനും നിങ്ങളുടെ വീട്ടിലെടുക്ക എത്തുന്ന 230 വോൾട്ട് എന്നുള്ള വോൾട്ടേജ് ആയിരിക്കും ലഭിക്കുന്നുണ്ടാവുക. എന്താണ് വ്യത്യാസം, യെസ്, ഈ ലോഡിനനുസരിച്ചായിരിക്കും അതിൻ്റെ കറണ്ട്, അതിലേക്ക് ഫ്ലോ ചെയ്യുന്ന കറണ്ട് വരിക. ഇപ്പോൾ ഒരു സെയിം വോൾട്ടേജ് ആണ് ഞാൻ വരുന്നതെന്ന് പറഞ്ഞു. സോ റെസിസ്റ്റൻസ് കൂടും തോറും കറണ്ട് കുറച്ച് മാത്രം വരും. റെസിസ്റ്റൻസ് കുറഞ്ഞ
അതിലേക്ക് കൂടുതൽ കറണ്ട് വരും. ഇപ്പം ഇവിടെ വരുന്ന കറണ്ട്, സപ്പോസ് ഇവിടെ വരുന്ന കറണ്ട് ഒരു കറണ്ട് ഞാനിപ്പം കറക്റ്റായിട്ട് പറയുന്നില്ല, സപ്പോസ് ഒരു എക്സ് ആംബിയർ ആണെന്ന് വിചാരിച്ചോ കേട്ടോ, എക്സ് ആംബിയർ ആണെന്ന് വിചാരിച്ചോ. ആ എക്സ് ആംബിയർ എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈ രണ്ട് റെസിസ്റ്റൻസിലും കൂടി ഫ്ലോ ചെയ്യും. സോ ഹയർ വാല്യൂ ഓഫ് കറണ്ട് പാസ് ചെയ്യുന്നത് ഏതിൽ കൂടിയായിരിക്കും? യെസ്, നമ്മുടെ 1 ഓമിൽ കൂടിയായിരിക്കും. ലോവർ വാല്യൂ 2 ഓമിൽ കൂടിയായിരിക്കും. 1 ഓമിൽ കൂടിയുള്ള കറണ്ട് ഞാൻ എത്രയാണെന്ന് പറയട്ടെ. കറണ്ട് ത്രൂ 1 ആംബിയർ എത്രയായിരിക്കും? ടോട്ടൽ കറണ്ട് എക്സ് അല്ലേ, എക്സ് ഇൻറ്റു ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് 2 ഡിവൈഡഡ് ബൈ ടോട്ടൽ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് 2 + 1, അത് എക്സ് ഇൻറ്റു 2/3. അതായത് ടോട്ടൽ കറണ്ടിൻ്റെ 2/3 ഭാഗവും 1 ഓമിൽ കൂടി കടന്നു പോകും. ബാക്കി 1/3 ഭാഗമായിരിക്കും 2 ഓമിൽ കൂടി കടന്നു പോവുക. സോ ആൻസർ എന്താ? 2 റെസിസ്റ്റേഴ്സ് കണക്റ്റഡ് ഇൻ സീരീസ് ആണെങ്കിൽ സെയിം വോൾട്ടേജ് അക്രോസ് ദം അല്ല, സെയിം കറണ്ട് ആണല്ലേ, സെയിം റെസിസ്റ്റൻസ് വാല്യൂ അല്ല. സെയിം റെസിസ്റ്റൻസ് ആണ് കണക്ട് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞില്ലല്ലോ. അതുകൊണ്ട് ഏതെങ്കിലും റെസിസ്റ്റൻസ് കണക്ട് ചെയ്താൽ സെയിം റെസിസ്റ്റൻസ് ഒന്നും വരില്ല. ഡിഫറൻറ്റ് റെസിസ്റ്റൻസ് വാല്യൂ അതൊന്നും അല്ല അല്ലേ, അതൊന്നും അല്ല. അതൊക്കെ റെസിസ്റ്റൻസ് ഏത് കണക്ട് ചെയ്യും എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യും. സെയിം കറണ്ട് പാസിങ് ത്രൂ ദം. യെസ്, അതാണ് കറക്റ്റ് ആൻസർ. 2 റെസിസ്റ്റൻസുകൾ സീരീസ് ആയി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെയിം കറണ്ട് ആയിരിക്കും അവയിൽ കൂടി പാസ് ചെയ്യുക. ഓക്കെ അല്ലേ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. യെസ്, അങ്ങനെ നമ്മൾ 10 ചോദ്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള പരീക്ഷയാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് വേഗത്തിൽ അടുത്ത വീഡിയോസ് വേണമെങ്കിൽ കൂടുതൽ നന്നായിട്ട് റെസ്പോൺസ് വരട്ടെ. കൂടുതൽ ആളുകളേക്ക് ഷെയർ ചെയ്യുക, കൂടുതൽ ആൾക്ക് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുക. നിങ്ങളുടെ ഇലക്ട്രീഷ്യൻ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടോ ട്രേഡ്സ്മാൻ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടോ ഓവർസിയർ ഗ്രേഡ് 2 ഒക്കെ വേണ്ടിയിട്ട് പഠിക്കുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്